ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സിറ്റൗട്ടിൽ ഇറങ്ങി നിന്ന് അതേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയല്ലേ? എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മതിയാവത്തില്ല കേട്ടോ. ഞാനിപ്പോൾ മിക്ക വീഡിയോയിലും ഈ ഒരു ഇതിടും. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര വീഡിയോ എടുത്താലും എത്ര കണ്ടാലും നമുക്ക് മതിയാകത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗാർഡനെല്ലാം കുറേ ചപ്പും ചവറും പുല്ലെല്ലാം ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യണം. നല്ല വെയിലുണ്ടായിരുന്നു, ഇടയ്ക്ക് വെയിലും മങ്ങും അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ വീഡിയോ എടുത്ത സമയത്ത് വെയിൽ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുല്ല് പറിക്കലും പരിപാടികളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് കയറി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തലവേദന സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ആ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ തലവേദന സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറേ കിളികൾ വന്നേ. ഇരട്ടത്തലച്ചിയും ഓലഞ്ഞാലിയും കരികിലമ്പടയും കവളങ്കാളിയും അങ്ങനെ കുറേ കിളികൾ വന്നു. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താൽ കേട്ടോ. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാവേ, നമുക്ക് ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഫുള്ള് ഫില്ല് ചെയ്ത് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഏരിയ നമ്മൾ പ്ലെയിനായിട്ട് തന്നെ ഇടണം. അത് ചിക്കുവിൻ്റെ റൂട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറേ പുല്ലുകളും ഒക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓരോരോ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുവാണ്. ഇത് ഈ ഏരിയയാണ്, ഈ ലക്കി ബാമ്പു നിൽക്കുന്ന ഈ ഒരു ഏരിയയും പിച്ചൂട്ടൻ്റെ ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അത്രയും ഭാഗത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ചിക്കുവിൻ്റെ സഞ്ചാരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് പ്ലാന്റ് വെച്ചാലും അവനത് കളയും. ഞാൻ 1-2 പ്രാവശ്യം ഇങ്ങനെ അവൻ കളഞ്ഞു. ഞാൻ വീണ്ടും ചെടി വെക്കും, വീണ്ടും കളയും, വീണ്ടും ചെടി വെക്കും, അങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗം അങ്ങ് ഉപേക്ഷിച്ചു കേട്ടോ. അതാണ് അവിടെ നമുക്ക് അങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ എപ്പീഷ്യ പ്ലാന്റും അതുപോലെ മണി പ്ലാന്റും അങ്ങനെ കുറച്ച് ചട്ടിയിലെ ചെടികളൊക്കെ വെച്ചു. അതാകുമ്പോൾ കുഴപ്പമില്ല. അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ അവനത് കളയും. ഈ ഏരിയയിലും ഒക്കെ കുറേ പുല്ലുണ്ടായിരുന്നു, അതുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചെടിയും കൂടെ വെച്ചു. അവിടെ ഒരു ബോർഡർ ഇല്ലാതെയല്ല നിൽക്കുന്ന, സൈഡ് 2. അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് ചെടിയൊക്കെ ഒന്ന് വെക്കണം. പിന്നെ ഇവിടുത്തെ എല്ലാം തന്നെ പുല്ലൊക്കെ ഒന്ന് പറിച്ചിട്ടുണ്ടെന്ന്. ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ പറ്റാവുന്നത്രയൊക്കെ ഞാനൊന്ന് പറിച്ച് കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൂടുതലും നമുക്ക് ഇലച്ചെടികളാണ് ഉള്ളത്, പൂക്കളുള്ളത്. അധികം ചെടികൾ അങ്ങനെയില്ല. കുറച്ച് ഒരു 3-4 ബോൾസം ചെടി വെച്ചിട്ടുണ്ട്. അതൊക്കെ പൂവാകുമ്പം കുറച്ചുകൂടെയൊക്കെ ഒരിത് വരുമായിരിക്കും. ഇപ്പം മൊത്തം ഒരു പച്ചപ്പല്ലേ ഉള്ള ചെടി തന്നെ നമ്മൾ റിപ്പീറ്റ് അടിച്ച് വെച്ചിരിക്കുക. ഞാൻ ആ ലക്കി ബാമ്പും പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഈ സൈഡ് വഴി ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. ജസ്റ്റ് ഒരു ബോർഡറാക്കി ഒന്ന് വെച്ചു. ഇനി നമുക്ക് കുറച്ച് എന്താ പറയുന്നത്, പൂക്കളുള്ള ചെടികളൊക്കെ ഒന്ന് വാങ്ങണമെന്നുണ്ട്, വാങ്ങിയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ കൂടുതലും ഇലച്ചെടികളല്ലേ, റോസയിലൊക്കെ നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വിരിഞ്ഞ് വരുമ്പോഴത്തേനും ഓക്കെ കുറേ പൂക്കൾ വരും. പക്ഷെ അത് എല്ലായ്പ്പോഴും കാണണമെന്നില്ലല്ലോ. അപ്പം എപ്പോഴും തന്നെ ഇങ്ങനെ പൂവ് പിടിക്കുന്ന കുറച്ച് ചെടികളുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നല്ലതായിരിക്കും. കാനവാഴയിൽ വിരിഞ്ഞിട്ടുണ്ട്, ഇതും പക്ഷേ എപ്പോഴും നമുക്ക് കാണില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ. ഗാർഡൻ ക്ലീനിങ്ങും ഗാർഡൻ സെറ്റിങ്ങും ഒക്കെ. കുഞ്ഞ് ഗാർഡൻ കേട്ടോ, വളരെ ചെറിയ ഗാർഡനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.